ഹായ് എവരിവൺ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GSTയിൽ പ്ലേസ് ഓഫ് സപ്ലൈയിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു അമെൻമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ വെസൽ എയർക്രാഫ്റ്റ് ഒക്കെ സർവീസ് ചെയ്യുന്ന പരിപാടിയില്ലേ, വെസൽ എയർക്രാഫ്റ്റ് അതിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് ഒക്കെ സർവീസ് ചെയ്യുന്ന പരിപാടിയില്ലേ. അപ്പോൾ മുമ്പ് ഈ വെസൽ എയർക്രാഫ്റ്റ് സർവീസ് ചെയ്യുകയാണെങ്കിൽ എവിടെയാണോ ആക്ച്വലി ഈ സർവീസ് പെർഫോം ചെയ്യുന്നത് അതായിരുന്നു എന്ത്, പ്ലേസ് ഓഫ് സപ്ലൈ. ആക്ച്വലി പെർഫോമൻസ് ചെയ്യുന്ന സ്ഥലമായിരുന്നു എന്ത്, പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ ആസ് പെർ ദ അമെൻമെന്റ് ഇപ്പൊ എന്ത് പറഞ്ഞു, ആരാണോ റെസിപ്പിയന്റിന്റെ സ്ഥലമാണ് എന്ത്, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞ USA-ലുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചു. അവരെന്ത് ചെയ്യുന്നു, അവരുടെ എയർക്രാഫ്റ്റ് ഇന്ത്യയിലുള്ള സി ലിമിറ്റഡിന് അയക്കുന്നു. എന്തിനു വേണ്ടി, സർവീസിന് വേണ്ടി. അത് സി ലിമിറ്റഡ് സർവീസ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, എ ഇൻകോർപ്പറേഷൻ തിരിച്ചയക്കുന്നു. സി ലിമിറ്റഡിനെ സംബന്ധിച്ച് ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? മുമ്പത്തെ പ്രൊവിഷൻ പ്രകാരം നടന്ന സ്ഥലമായിരുന്നു, ബട്ട് ആസ് പെർ ദ അമെൻമെന്റ് ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ആണ്, അതായത് USA. എ ഇൻകോർപ്പറേഷന്റെ സ്ഥലമായ USA ആണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഇനി നേരെ തിരിച്ചും വന്നൂടെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്നും ഒരു ഫ്ലൈറ്റോ വെസലോ എന്ത് ചെയ്യുന്നു, റിപ്പയറിന് വേണ്ടി നമ്മൾ USA-യിലേക്ക് അയക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ USA-യിൽ ഈ സാധനം എത്തി, അവരെന്ത് ചെയ്യുന്നു, അത് സർവീസ് ചെയ്ത് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തരുന്നു. ആ കേസിലും റെസിപ്പിയന്റ് ആരാ, ഇന്ത്യയിലുള്ള ആളല്ലേ. നേരത്തെ കേസിൽ റെസിപ്പിയന്റ് USA-യിലുള്ള ആളായിരുന്നു. ഈ കേസിൽ ഇന്ത്യയിലുള്ള ആളാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് സാധനം അയച്ച് സർവീസ് ഫോറിൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സർവീസ് റെസിപ്പിയന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ആളാണ്, അതുകൊണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഇന്ത്യ ആയിരിക്കും. RCM-ലാണ് അവിടെ ടാക്സ് ലയബിലിറ്റി വരിക. ഓക്കെ, അപ്പോൾ സിംപ്ലി B2B മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ സർവീസിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഓഫ് സർവീസ് ആയിരിക്കും.